തിരുവനന്തപുരം മുതലപ്പുഴയിൽ വെള്ളം പറഞ്ഞ് 2 പേർ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ, ജോസഫ് എന്നിവരാണ് മരിച്ചത്. 4 പേരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 6:50-നാണ് അപകടം ഉണ്ടാകുന്നത്. മത്സ്യബന്ധനത്തിന് പോയ ചെറുവള്ളം അത് കരയിലേക്ക് കയറി വരികയായിരുന്നു. അപ്പോഴാണ് ഇവിടെ നിന്ന് ഒരു വള്ളം മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് കടലിലേക്ക് പോകുന്നത്. ആ വള്ളം വന്ന ഉടനെ തന്നെ ഇവർക്ക് അതിനുള്ളിലേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അവർ സ്ലോ ചെയ്യുന്നു. അന്നേരമാണ് അല്പം അങ്ങോട്ട് ആ സൈഡിലോട്ട് പോകുന്നു. ശക്തമായ തിര അടിക്കുകയായിരുന്നു. ആ തിര അടിച്ച ഉടനെ തന്നെ ഈ വള്ളം മറിയുകയാണ് ചെയ്തത്. ഇതിനടിയിലായി പോയി ഇതിലുണ്ടായിരുന്ന 5 പേരും. അതിൽ 3 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു. ഒരാൾക്ക് ഇവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു. മറ്റൊരാളെ ആശുപത്രിയിൽ എത്തിച്ചു. ആ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് അവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരാൾ ഗുരുതരമായ പരിക്കുകളുണ്ടാണെന്നാണ് അറിയുന്നത്. 2 പേരെ ലൈഫ് ഗാർഡ് എത്തി രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവർ കരയിലോട്ട് വരികയായിരുന്നു. അപ്പോൾ ഇവർ ഈ കല്ലിൻ്റെ മറവിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കരയിൽ നിന്ന് വരുന്ന വള്ളത്തിന് അവർക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ എതിർച്ചില്ലാതെ ഇങ്ങനെ കയറി വന്നതിൽ ഈ വള്ളം കണ്ട് ഇവർ വെട്ടിക്കറക്കി ചെന്നപ്പോഴും മറ്റേ വള്ളത്തിൽ ഇടിക്കുമെന്ന് പറഞ്ഞിട്ട് മറ്റേ വള്ളത്തിൽ ഇടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വള്ളം പുറന്നോട്ട് വലിച്ചു. അപ്പോൾ റിവേഴ്സ് വലിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പോകാൻ നോക്കിയപ്പോഴും അവരുടെ വള്ളത്തിൽ ഇടിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും റിവേഴ്സ് വലിച്ചു വരും. വലിച്ച് അങ്ങ് ഈ മുന്നോട്ട് പോയ പോക്കറ്റിൽ നല്ല സ്പീഡിലാണ് പോയത്. വള്ളം സ്പീഡിൽ പോയി. അപ്പോൾ റിവേഴ്സ് പിടിച്ചാൽ നിന്നില്ല അവർക്ക്. അപ്പോഴത്തെ ആ തിരമാലയുടെ ആ സൈഡിലായിപ്പോയി അവർ ചെന്ന് വീണത്. അങ്ങോട്ട് പോയി. അപ്പോൾ ഉടനെ തന്നെ ഈ തിരമാല ഒന്ന് അടിച്ച് കമരുകയാണ് ചെയ്യുന്നത്. മരിച്ച 2 പേരുടെ മൃതദേഹവും ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായ രീതിയിൽ തന്നെ അപകടങ്ങൾ ഉണ്ടാവുകയാണ് മുതലപ്പുഴയിൽ. നമുക്കറിയാം, നേരത്തെയൊക്കെ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടുത്തെ ഇത് മണലൊക്കെ നീക്കി ഇത് നേരെയാക്കാമെന്നുള്ള വാഗ്ദാനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പക്ഷെ അത്ര നടപടികളൊന്നും ഇവിടെയും കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെറും വാക്കുകളിൽ മാത്രം ഈ പ്രഖ്യാപനങ്ങൾ നിൽക്കുന്നു. കടലിൻ്റെ മക്കൾ, അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു കരുതലും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത്.